ഹായ് ഗൈസ്, ചാനലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനോടനുബന്ധിച്ച് SKM സ്കൂൾ ഹരിതസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ നമുക്കൊന്ന് കണ്ടാലോ. ഇതെന്താ കുട്ടികളെ, നിങ്ങളെ സ്കൂളിലാണോ? സ്കൂളിലെ കുട്ടികളാ? ഏത് സ്കൂളിലെ കുട്ടികളാ? ആ, കൊള്ളാം. ഇങ്ങനെ വേണം പിള്ളേരായ. ഈ വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇനി ജീവിതം സാധ്യമാകുമെന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോൾ ഈ തോടുകൾ അതിലൊരു പ്രധാന ഘടകമാണ്. മുമ്പ് ഈ തോട്ടിലൂടെ ഉണ്ടല്ലോ നിറയെ വള്ളത്തിൽ ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു തോടാണ്. നല്ല നീരൊഴുക്കുള്ള തോടായിരുന്നു ഇത്. ഇവിടുന്ന് ചന്തത്തോടെന്ന് പറയാം. അവിടുത്തെ ആ തോട്ടിൽ നിന്ന് തുടങ്ങി വാച്ചാത്തോട്, ഇതിൻ്റെ അങ്ങോട്ടത്തെ ഒരു വാച്ചാത്തോടുണ്ട്. ആ തോട് വരെ കണക്ഷനുള്ള ഒരു ചെറിയ തോടായി. ഇടത്തോടുകൾ എന്ന് പറയും. കുമരകത്തെ ഇടത്തോടുകളായി. ഈ ഇടത്തോട്ടിൽ പണ്ട് കാലത്ത് ഇതുപോലെ വേനലാവുമ്പോൾ എല്ലാ വീട്ടുകാരും അവരവരുടെ അതിർത്തിയിലുള്ള തോടുകൾ വീട് വെട്ടുക എന്ന് പറയും, വെട്ടി വൃത്തിയാക്കുമായിരുന്നു. ഇന്നത് നാമാവശേഷമായി. ഇനി പായലും അതുപോലെ കൈ കിട്ടുന്ന എന്തും നമ്മുടെ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന രീതിയായിപ്പോയി. നമ്മളുടെ അടുക്കള മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ എല്ലാം തോട്ടിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയായിരിക്കുന്നതുകൊണ്ടാണ് ഈ തോട് ഇന്ന് നിർജ്ജീവമായി കിടക്കുന്നത്, എല്ലാം മരണാസന്ന നിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. ഇത് എല്ലാ കുട്ടികളും പാഠമാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതായാലും ഏറ്റവും നല്ലൊരു കാര്യത്തിന് അഭിനന്ദനങ്ങൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ മക്കളെ? ഇന്ന് അന്താരാഷ്ട്ര നദീ സംരക്ഷണ ദിനമാണ്. അതായത് മാർച്ച് 14 നദീ സംരക്ഷണം. നദികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പുഴ ഒഴുകുകയാണ്. മലകളെ പുഴുതി തീരങ്ങളെ തലോടി ഒരു പുഴ ഒഴുകുകയാണ്. തുള്ളി തുള്ളിയായി പെയ്ത നേർത്ത മഴത്തുള്ളികളെ ഹൃദയത്തിലേറ്റി ഒന്നിൽ നിന്നും ഒന്നിനെ സ്പർശിച്ച് വലുതായി ഒരു പുഴ ഒഴുകുകയാണ്. പുഴ നമ്മളുടെ ജീവൻ്റെ ഭാഗമാണ്. പുലർകാല സൂര്യൻ്റെ നേർത്ത സ്പർശത്താൽ തരളിതയായി ഉച്ചസൂര്യൻ്റെ പൊള്ളുന്ന വെയിലേറ്റ് പുഴ പിടയുകയാണ്. പുഴയുടെ കഥ പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ വളരെ ദുഃഖകരമായി തീർന്നിരിക്കുകയാണ്. മനുഷ്യൻ, പുഴയെ ജീവന് തുല്യം സ്നേഹിക്കേണ്ട മനുഷ്യൻ തൻ്റെ കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളും അതുപോലെ വയലേലകളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും ഒഴുകുന്ന വിഷജലം, അതുപോലെ നദിയുടെ മേൽത്തട്ടിലൂടെ പാഞ്ഞു പോകുന്ന യാനങ്ങളിൽ നിന്നും ഒഴുകുന്ന ഇന്ധനങ്ങൾ, ഇവയെല്ലാം നദിയെ ഇന്ന് വിഷലിപ്തമാക്കിയിരിക്കുകയാണ്.
പുഴ നമ്മൾക്ക് അന്യമാകുന്ന അവസ്ഥയിലാണ്. ഈ പുഴയെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ, ഇപ്പോൾ പോള നിറഞ്ഞ് വളരെ മലിനമായി കിടക്കുകയാണ് പുഴ. പുഴയുടെ പണ്ടത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് നമ്മളുടെയൊക്കെ അമ്മമാർ, എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പാടത്ത് കൊയ്യാൻ പോകുമ്പോൾ പാടത്തെ ആ നീർച്ചാലിൽ നിന്നും കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചിട്ടുണ്ട്. അത്ര ശുദ്ധമായിരുന്നു നമ്മളുടെ പാടശേഖരങ്ങളിലും നദികളിലും തോടുകളിലും ഒക്കെയുള്ള ജലം. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദുരിതപൂർണമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ കായലിൽ ഒഴുകിയെത്തുന്ന ഈ ജലം മലിനജലമാണ്. നമ്മളുടെ ഏറ്റവും വലിയ ദുരന്തം കുട്ടനാടിന് ഈ അടുത്ത കാലത്ത് ചില സർവേയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം, കുട്ടനാട്ടിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കീടനാശിനികൾ, അവയുടെ അളവ് വലിയ തോതിൽ പുഴയെ മലിനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കൃഷിക്കാർക്ക് ഉള്ള ഒരു അപാകത, അവർക്കറിയാൻ പാടില്ല ഏത് രീതിയിൽ വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതെന്ന്. കീടനാശിനി വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ എല്ലാ നിർദ്ദേശങ്ങളുമുണ്ട്. പക്ഷേ കേരളം പോലുള്ള ഒരു രാജ്യത്തിന് അന്യമായ ഭാഷയിൽ, സംസ്ഥാനത്തിന് അന്യമായ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്ന മുഴുവൻ. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ളതാണ്. മലയാളത്തിൽ അതിലൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. അമിതമായ കീടനാശിനി പ്രയോഗം നമ്മുടെ ജലാശയങ്ങളെ മലിനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ട്. എന്തിന് സംസ്കാര സമ്പന്നമായ നമ്മൾ സെപ്റ്റിക് ടാങ്കി മാലിന്യങ്ങൾ പോലും തോട്ടിലേക്ക് ഒഴിക്കുന്ന തരത്തിലേക്ക് ആണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ പുഴയെ മലിനമാക്കിയിരിക്കുകയാണ്. പുഴ ഒഴുകി അകലുകയാണ്. ഈ വ്യവസായശാലകളിൽ നിന്നൊട്ട് രാസതീർത്ഥം കുടിച്ച് നമ്മളുടെ പുഴ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രക്ഷ നേടാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാം? നമുക്ക് പുഴയെ രക്ഷിക്കണം. പുഴയെ രക്ഷിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ബോധവൽക്കരണമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് കവി പാടിയത് കൃത്യമായ കാര്യമാണ്. ഇനി ഒരു തലമുറയ്ക്ക് ഒരു പക്ഷേ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ പുഴയുടെ അവസ്ഥ എത്തുകയാണ്. ഇതാ പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കുന്നുണ്ടോ? നിങ്ങൾ അതിനിടയിൽ ചെയ്ത വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഈ തോട്ടിലെ പ്ലാസ്റ്റിക്കുകൾ, സ്കൂളിലെ കുട്ടികൾ, ഇന്നത്തെ തലമുറ ഇതാണ് ചെയ്യേണ്ടത്. ഇനിയുള്ള തലമുറ ബോധവൽക്കരിക്കപ്പെട്ടാൽ ഈ പുഴയെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ കൂട്ടായി പ്രവർത്തിക്കണം. ചെയ്യുമോ? എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ബോധവൽക്കരണം, ഓരോ വീട് തോറും കയറി ഇറങ്ങി നമ്മളുടെ കയ്യിൽ കിട്ടുന്ന എന്തും തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ആ ശീലം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പുഴയെ സംരക്ഷിക്കണമെന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കേണ്ട ദിനവും കൂടിയാണ് ഈ നദീ സംരക്ഷണ ദിനം. അത്തര കാര്യങ്ങളിലേക്ക് നമ്മൾ പഠനമേഖലയിൽ മാത്രമല്ല പൊതുമേഖലയിലും എല്ലായിടത്തും നമ്മൾ അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതിനെ സംബന്ധിച്ച്? പുഴയുടെ കാര്യങ്ങൾ, പുഴയുടെ അടിത്തട്ടിൽ സൂക്ഷ്മ ജീവികൾ തൊട്ട് വലിയ മത്സ്യങ്ങൾ വരെ, അതുപോലെ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കൃഷിക്കാർക്ക് വരെ വലിയ ദോഷമാണ് ഈ പുഴയുടെ മാലിന്യാവസ്ഥ വരുത്തുന്നത്. ഈ പുഴയുടെ അടിത്തട്ടിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്. നമ്മൾ ഈ പായൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഈ പുഴയുടെ അടിത്തട്ടിലുള്ള വര പോലെയുള്ള ചെറു ജീവികൾ ചത്തു കിടക്കുന്നതാണ്. അതിനുശേഷം ഭയങ്കര മണമായിരിക്കും. ഈ ദുർഗന്ധം കാരണം നിൽക്കാൻ പാടില്ല. അപ്പോൾ അവയുടെ പുഴ മരിച്ചു എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവ ഈ ദുർഗന്ധം വമിക്കുമ്പോൾ പുഴ മരിച്ചു അല്ലെ ചത്തു ചീഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്ന അവസ്ഥ. അപ്പോൾ അതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട. ഇന്നത്തെ ദിനം നദീ സംരക്ഷണ ദിനമാണ്. നമ്മളതിന്
കൈകോർത്ത് നിന്ന് അല്ലെ പ്രതിജ്ഞയെടുത്ത് ഈ പുഴയെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നടത്തണം. മുമ്പ് സ്കൂളിലെ കുട്ടികൾ പുഴയെ രക്ഷിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നദീവന്ദനം എന്ന് പറഞ്ഞൊരു പരിപാടി മുമ്പ് കുട്ടികൾ നടത്തിയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. അത് പല കാര്യങ്ങളിലും കുട്ടികൾ മുന്നിട്ടിറങ്ങി ചെയ്തിട്ടുണ്ട്. അപ്പം പുഴയെ നമ്മൾ കാത്തു രക്ഷിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ദിനമാണെന്ന് ഈ അന്താരാഷ്ട്ര നദീ സംരക്ഷണ ദിനം മാർച്ച് 14.